ഇത് നമ്മൾ ചെയ്യുന്നത് വേറൊരു വെറൈറ്റി സോപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അത് ക്യാരറ്റിൻ്റെ ഡ്രൈ പൗഡർ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഇത്രയൊരു ക്യാരറ്റ് 1.5 മുറി ക്യാരറ്റ് എടുക്കുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് എടുത്തൊന്ന് ചെറുതായിട്ട് നമുക്കതിനെ ഒന്ന് ഇങ്ങനെ നമ്മളെടുക്കത്തില്ല, കാരണം നമുക്കിതിനെ ഉണക്കി എടുക്കണം. അപ്പം നമ്മളതിനെ ചെറുതായിട്ട് ഒന്ന് കുരുകുരുന്ന് കിട്ടുന്ന പോലെ നമ്മളതിനെ ഒന്ന് ചെറുതാക്കി പ്രസ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇത്രയും വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത്. അത് മൊത്തം എടുത്തില്ല, കാരണം നമുക്ക് ഒരു സോപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾക്കിനിയും ഉണക്കാനുള്ള സൗകര്യം വെയിൽ അധികം ഇല്ലാത്തതിനാൽ ഞാൻ ഇതിനെ ഓവനിലിട്ടൊന്ന് ഡ്രൈ ആക്കി വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കാരണം ഇത് ഡ്രൈ പൗഡർ ആക്കി എടുത്തിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിനെ ഓവനിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പം നമ്മൾ ക്യാരറ്റ് കണ്ടോ, നമ്മൾ അധികം വെയിലില്ലാത്തത് കൊണ്ട് നമ്മൾ ഓവനിനകത്ത് വെച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണമെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ പൗഡർ എടുത്തിട്ടാണ് നമ്മളിതിപ്പോൾ നല്ല ചെറുതാണ് കണ്ടോ, അത്രയും പൊടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇത് കൈകൊണ്ട് ഇങ്ങനെ ഉണങ്ങുന്ന പോലെ ആകാത്തത് കൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ ഫൈൻ പൗഡർ എടുക്കാമെന്ന് കരുതുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പം നമുക്കിത് ഫൈൻ കണ്ടോ. ഇനി നമ്മളിതിനെടുത്ത് നമുക്ക് വേണ്ടത് മാത്രം ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല എന്നെങ്കിൽ നമുക്കിതിനൊന്നും കൂടെ അരിച്ചെടുത്തിട്ട് അത് അരിച്ചെടുത്തതിൻ്റെ മാത്രം ആ ഒരു സ്ട്രെയിൻ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഇട്ടാലും നല്ലതാണ്, കാരണം ക്യാരറ്റിൻ്റെ ഗ്രെയിൻസ് ഒക്കെ അതിനകത്ത് കിട്ടുന്നതല്ലേ. അപ്പം ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ രീതിയിൽ ചെയ്ത് കാണിക്കാം. വെച്ചിട്ട് ടയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എടുക്കാനുള്ള ബേസാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ 204 എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഗ്ലിസറിൻ ബേസ് അറിയാലോ, അത് പാരബൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 204 എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകാം. നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഡബിൾ ബോയിൽ ആകാനാണ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ക്യാരറ്റ് നമ്മൾ പീൽ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി നമ്മൾ പൊടിച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്രഷ് ചെയ്ത് അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കാം. ക്രഷ് ചെയ്തതിനോട് വെച്ചിരിക്കുകയാണ്. അതിനകത്തിട്ട് നമ്മൾ തേങ്ങാപ്പാലുണ്ട്, തേങ്ങാപ്പാലിൻ്റെ പേസ്റ്റാണ് ഇടുന്നത്. അത് നമ്മൾ ഫ്രിഡ്ജിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പേസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ക്രീമി ആയിട്ടിരിക്കുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ 200 ml അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതിന് വേണ്ടിയാണ്. 200 ഗ്രാമിൻ്റെ സോപ്പിന് വേണ്ടിയാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം ഇത്രയും മതി. നമ്മൾ ഇതിനകത്തോട്ട് ഇനി തേങ്ങാപ്പാലുള്ളതുകൊണ്ട് ഇനി നമ്മൾ കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്താൽ മതിയേ. നമ്മൾ ഈ ഒരു സ്പൂണിന് ഗ്ലിസറിനെ ഇനി നമ്മൾ 2 വൈറ്റമിനിയും കൂടെ ആഡ് ചെയ്യുകയാണ്. 200 ml അല്ലേ, 200 ഗ്രാം അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 വൈറ്റമിനിയും കൂടെ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തോട്ട് ഇടണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് കുറച്ച് കോക്കനട്ട് ഓയിലും കുറച്ച് ഗ്രേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ക്യാരറ്റ് ഇട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ജ്യൂസും എല്ലാം കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഇളക്കിയാൽ മതി, കാരണം ഒത്തിരി ആയാൽ നമുക്ക് ഫോം വരും അതിൽ. അപ്പോൾ അത് വരാതെ ചെയ്യാൻ വേണ്ടിയാണ്. അതിന് നല്ല രസമുണ്ട് കാണാൻ, നല്ല ലുക്കില്ലേ സോപ്പിന്. ഇതിൻ്റെ ആ ഒരു ഫ്രഷ് ഒന്ന് മാറാൻ നമ്മളൊന്ന് ചൂടാക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്മെല്ല് ആഡ് ചെയ്യുകയാണ്. ഞാൻ ഈ സ്പൂണിന് ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട്. അത് നല്ല ഇത് സാൻഡലിൻ്റെ സ്മെല്ലാണ്. ഇത് അറൗണ്ട് ഒരു 15 വരും. അത്രയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മോഡിലോട്ട് ഒഴിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി മോഡിൽ ഒഴിക്കും. നമുക്കിത് മോൾഡിൽ ഒഴിച്ചു കൊടുക്കാമേ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഈ മോൾഡ് കംപ്ലീറ്റ് ആവും. പിന്നെയുള്ള എയർ ബബിൾസ് നമുക്ക് സ്പൂൺ കൊണ്ട് വെതുക്കെ മാറ്റി കൊടുത്താൽ മതി. ഇനി സെറ്റിംഗ് അവേഴ്സ് 3 hours ആണ്. അതിനുശേഷം നമുക്ക് അൺമോൾഡ് ചെയ്ത് കാണിക്കാം. ഡ്രൈ പൗഡർ ഇവിടെ എല്ലാം വന്നിട്ട് ഇത് സൂപ്പറായിട്ട് വരിച്ചിട്ടുണ്ട്. അടിപൊളി സോപ്പ് വെച്ചിട്ടുണ്ട്.
സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്, കാരണം നമ്മൾ ക്യാരറ്റും പീൽ പൗഡർ ഇട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളെ അറിയിക്കണം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മൾ വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.